അസ്സലാമു അലൈക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാറില്ലേ, ഈ ദിവസം എന്താണ് ഇങ്ങനെയെന്ന്? ഇന്ന് വിചാരിച്ച ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ, ഇന്ന് മുഴുവനും പ്രശ്നങ്ങളാണല്ലോ, മനസ്സിലൊരു സമാധാനമില്ല, പഠിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ, വിചാരിച്ചതുപോലെ പണികളൊന്നും തീരുന്നില്ലല്ലോ, ഇന്നൊരു ആവശ്യത്തിന് പുറത്തേക്ക് പോയ കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ, മുഴുവൻ തടസ്സങ്ങളാണല്ലോ, ഇന്ന് കയ്യിലുള്ള കാശുകൾ മുഴുവനും ചെലവാകുകയാണല്ലോ, ഇന്നത്തെ കച്ചവടം വളരെ മോശമായിരുന്നല്ലോ. ഇതുപോലുള്ള വിഷമങ്ങൾ പിടിച്ച ദിവസങ്ങൾ ഉണ്ടാകാറുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള ദിവസങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാറുണ്ടോ? ഒരു ദിവസത്തിൻ്റെ തുടക്കം നന്നായാൽ മാത്രമേ ആ ദിവസം മുഴുവനും നന്നാവുകയുള്ളൂ. തലേന്ന് രാത്രി ഏറ്റവും നേരത്തെ ഉറങ്ങി നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നത് മുതൽ ഒരു ദിവസം തുടങ്ങുന്നു. വുളു എടുത്ത് സുബഹി നിസ്കരിച്ച് നമ്മൾ ആ ദിവസം ആദ്യം കൈകൊണ്ട് തൊടുന്നത്, ആദ്യം നോക്കുന്നത്, ആദ്യം പറയുന്നത്, ആദ്യം മനസ്സിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധ ഖുർആൻ കൂടിയാണെങ്കിലോ, അതും ഖുർആനിൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള തുടക്കമാണെങ്കിലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ ദിവസത്തിൻ്റെയും പകലിൻ്റെ തുടക്കത്തിൽ ആരെങ്കിലും സൂറത്തുൽ യാസീൻ ഓതിയാൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും വീടപ്പെടുന്നതാണ്. പകലിൻ്റെ തുടക്കത്തിൽ ആരെങ്കിലും സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ അവൻ്റെ എല്ലാ കാര്യത്തിലും എളുപ്പം നൽകപ്പെടും. അതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ 4 വട്ടം സൂറത്തുൽ യാസീൻ ഓതിയാൽ ആ ദിവസം മുഴുവനും ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, അന്ന് എന്ത് കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയാലും അതിലൊരു തടസ്സവും ഉണ്ടാകില്ല, ഒരു വിഷമവും ഉണ്ടാകില്ല, ഒരു പ്രയാസവും ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഇതുപോലെ 4 വട്ടം സൂറത്തുൽ യാസീനും മറ്റു സൂറത്തുകളും ദിക്റുകളും സ്വലാത്തുകളും സൂര്യൻ ഉദിക്കുന്നത് വരെ ചൊല്ലിയാൽ, സുബഹിക്ക് ശേഷം ഉറങ്ങാതിരുന്നാൽ ആ ദിവസം മുഴുവനും ഏറ്റവും സുന്ദരമുള്ളതായി മാറും, ഏറ്റവും സന്തോഷമുള്ളതായി മാറും, ഏറ്റവും സമാധാനമുള്ളതായി മാറും. വീട്ടിൽ ബർക്കത്തുണ്ടാകും, വീട്ടിലുള്ള വഴക്ക് കുറയും, അനാവശ്യമായി പണം ചെലവാക്കില്ല, ദാരിദ്ര്യമില്ലാതാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂറത്തുൽ യാസീൻ ഒരാൾ പകലിലോ രാത്രിയിലോ പാരായണം ചെയ്താൽ അവന് തെറ്റുകൾ സംഭവിക്കില്ല. ഈ ദിവസം എനിക്ക് നന്നാവണം, ഒരു തെറ്റുപോലും ഉണ്ടാകരുത്, ഈ ദിവസം എനിക്കെൻ്റെ റബ്ബിൻ്റെ സഹായം വേണം, എല്ലാ കാര്യങ്ങളും എളുപ്പമാകണം, എനിക്ക് സന്തോഷം വേണം, സമാധാനം വേണം. ഇതെല്ലാം ആഗ്രഹിക്കുന്നവർ യാസീൻ സൂറത്ത് ഓതാൻ മറക്കരുത്. അതുപോലെ സുബഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.